കൃപാസനത്തിന് മുമ്പിൽ, അതായത് വിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രധാന പുരോഹിതനെ ഇപ്പൊ കയറിയിരിക്കുകയാണ്. അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന്റെ മുമ്പിൽ പ്രധാന പുരോഹിതൻ കാളക്കിടാവിന്റെ രക്തം 7 പ്രാവശ്യം തളിക്കും. നിങ്ങൾ പുസ്തകം തുറക്കാം, ബൈബിൾ തുറക്കാം. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം 11 മുതൽ. അഹറോൻ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ സമർപ്പിക്കണം. അവൻ അതിനെ കൊല്ലണം. അനന്തരം കർത്താവിന്റെ സന്നിധിയിലെ ബലിപീഠത്തിന്മേലുള്ള തീക്കനൽ നിറച്ച ധൂപകലശമേന്തി സുലഭ്യമായ കുന്തിരിക്കപ്പൊടി കൈകളിൽ നിറച്ച് തിരശ്ശീലയ്ക്ക് അകത്ത് വരണം. താൻ മരിക്കാതിരിക്കാൻ വേണ്ടി സാക്ഷ്യപേടകത്തിന്മേലുള്ള കൃപാസനത്തെ ധൂപപടലം കൊണ്ട് മറയ്ക്കുന്നതിന് കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അവൻ കുന്തിരിക്കം തീയിടണം. അനന്തരം കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് കൈവിരൽ കൊണ്ട് കൃപാസനത്തിന്മേൽ മുൻഭാഗത്ത് പതിക്കണം. അതുപോലെ കൃപാസനത്തിന്റെ മുൻപിലും 7 പ്രാവശ്യം തളിക്കണം. 15 ജനങ്ങളുടെ പാപപരിഹാരത്തിനുള്ള പോരാടിനെ കൊന്ന് അതിന്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുൻപിലും തളിക്കണം. 19-ാമത്തെ വാക്യം വായിച്ച്. കുറെ രക്തം എടുത്ത് വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്റെ മേൽ തളിച്ച് അതിനെ ശുദ്ധീകരിക്കുകയും ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയിൽ നിന്ന് പൗത്രീകരിക്കുകയും ചെയ്യും. അപ്പൊ കാളക്കിടാവിന്റെയും കാളക്കുട്ടിയുടെയും കോലാടിന്റെയും രക്തം കൃപാസനത്തിൽ എത്ര തവണ തളിക്കണം? 7 തവണ തളിക്കണം. നമ്മൾ ബൈബിൾ സുവിശേഷങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും, പ്രധാന പുരോഹിതനായ യേശുവിന്റെ രക്തം 7 തവണ ഈ ഭൂമിയിൽ വീഴും. എടുത്തോളുക, ഓരോന്നോരോന്ന് വായിക്കാം. ഒന്നാമത്തേത് ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ. ലൂക്ക 22 39 മുതൽ 46 വരെ. ലൂക്ക 22 39 മുതൽ 44 മാത്രം വായിച്ചു, സമയമില്ലാത്തോണ്ട്. ലൂക്ക 22 44. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു. അതായത് അവൻ രക്തം വിയർത്തു. 1 പ്രധാന പുരോഹിതന്റെ രക്തം, പ്രധാന പുരോഹിതനായ യേശുവിന്റെ രക്തം 7 തവണ ഈ ബലിയർപ്പണത്തിന്റെ യാത്രയിൽ 7 തവണ ഈശോ രക്തം ചിന്തുന്നു. അതാണ് 7 തവണ തളിക്കണം എന്ന നിയമം ഈശോ പൂർത്തീകരിക്കുന്നത്. ഒന്നാമത് അതായത് ഗത്സമനയിൽ വീണ അവന്റെ രക്തം, ഒന്നാമത്തേത്. രണ്ടാമത്തേത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 30-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 30-ാം വാക്യം. മത്തായി 27:30. അവർ അവന്റെ മേൽ തുപ്പുകയും ഞാങ്ങണ എടുത്ത് അവന്റെ ശിരസിന്മേൽ അടിക്കുകയും ചെയ്തു. ഒന്നുകൂടെ വായിക്കാമോ? അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു. ഒന്നുകൂടെ വായിക്കാമോ? അതായത് ഞാങ്ങണ എടുത്ത് അവന്റെ ശിരസിൽ അടിച്ചു. ഇത് പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. എവിടെന്നറിയാം? മീഖ പ്രവാചകൻ 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. ഈ വടി കൊണ്ട്, വടി പല സുവിശേഷങ്ങളും പലതുമാണ് പറയുന്നത്. വടി എന്ന് പറയുന്നു, ഞാങ്ങണ എന്ന് പറയുന്നു. അപ്പോൾ ഏതായാലും എന്തോ ഒരു സാധനം കൊണ്ട് യേശുവിന്റെ തലയിലും മുഖത്തും അടിച്ചിട്ടുണ്ട്. ഞാങ്ങണ ഉണ്ടെന്ന് ഇവിടെ നമ്മൾ വായിച്ചു മത്തായിയുടെ സുവിശേഷത്തിൽ. മീഖ പ്രവചിച്ചത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. മീഖയുടെ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യം. മീഖ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യം. ഇതാ നിന്നെ കോട്ട കെട്ടി അടച്ചിരിക്കുന്നു, നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർ വടി കൊണ്ട് ഇസ്രായേൽ ഭരണാധിപന്റെ ചെകിട്ടത്തടിക്കുന്നു. ഇരുമ്പ് തണ്ട് കൊണ്ട് പ്രഹരിച്ചു എന്നുണ്ട്, വടി കൊണ്ട് പ്രഹരിച്ചു എന്നുണ്ട്, ഞാങ്ങണ കൊണ്ട് അടിച്ചു എന്നുണ്ട്. എന്നാ കൊണ്ട് അടിച്ചാല്? തലോടൊന്നുമല്ലല്ലോ, അടിക്കല്ലേ. മുഖത്ത് നല്ലൊരു വടി കൊണ്ട് ഒറ്റ അടി അടിച്ചാൽ ചെകിടം പൊട്ടി ചോരയിടുക.
നല്ലൊരു വടി കൊണ്ട് തലക്കിട്ടടിച്ചാലും തലയോട്ടി പൊട്ടി രക്തമൊഴുകും. രണ്ടാമത്തെ തവണ യേശുവിന്റെ രക്തം ഭൂമിയിൽ വീണു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 6-ാം വാക്യം. ഇത് യേശുവിന്റെ സഹനത്തെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവചിച്ച വചനഭാഗമാണ്. അവിടെ യേശുവിനെ അടിക്കുന്നതായി ഒരു സൂചനയുണ്ട്. യേശുവിന്റെ രക്തം വീഴുന്നത്, യേശുവിന്റെ രക്തം വീഴുന്നത്. യെശയ്യാ 50-ാം അധ്യായം 6-ാം വാക്യം. യെശയ്യാ 50:6. അടിച്ചവർക്ക് പുറവും താടിമീശ വരച്ചവർക്ക് കവളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. അതായത് മൂന്നാമത്തേത്, യേശുവിന്റെ തലമുടിയും താടിയും അവർ വലിച്ചു പറിച്ചു. ഇത് നമ്മള് സഭയുടെ ആരാധനാക്രമത്തിൽ വ്യക്തമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. അതായത് പ്രാർത്ഥനകളിൽ ഇത് നല്ലപോലെ കാണാം. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് അവന്റെ തലമുടിയും താടിയും നന്നായിട്ട് വലിച്ചു പറിച്ചു. ദുഃഖവെള്ളിയുടെ, പ്രത്യേകിച്ച് മലങ്കര സുറിയാനി സഭകളുടെ ദുഃഖവെള്ളി ശുശ്രൂഷകളിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. തലമുടിയും താടിയൊക്കെ വലിച്ചു പറിച്ചു. അപ്പൊ ഈ താടി മീശ വലിച്ചു പറിച്ചാൽ, തലമുടി വലിച്ചു പറിച്ചാൽ ചോര ഒഴുകും. മൂന്നാമതായിട്ട് യേശുവിന്റെ രക്തം ഭൂമിയിൽ വീഴുന്നത് അവിടെയാണ്. മത്തായി സുവിശേഷം 27-ാം അധ്യായം 26-ാം വാക്യം. മത്തായി 27:26. മത്തായി 27:26 വായിച്ചേ. അപ്പോൾ അവൻ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ചമ്മട്ടി, ചാട്ട എന്ന് പറയുന്നത് ഒരു വടിയുടെ അറ്റത്ത് കയറ് കെട്ടിയ ആയുധത്തിന്റെ പേരല്ല. ഒരു വടിയുടെ അറ്റത്തായിട്ട് കയറ് കെട്ടിയിട്ട് ആ കയറ് കെട്ടി അടിക്കുന്നതല്ല അത് ചാട്ടം. മറിച്ച് നിങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടും. വലിയൊരു ഇരുമ്പ് തണ്ട്, അതിനകത്ത് ഉരുക്ക്, ഈയക്കട്ടകൾ, കാലിന് പാണികൾ, നല്ല മൂർച്ചയുള്ള മുഖമുള്ള മൂർച്ചയുള്ള നല്ല ആണി, ഇതെല്ലാം തറച്ചു വെച്ചിരിക്കുന്ന മാരകായുധത്തിന്റെ പേരാണ് ചാട്ടം. അങ്ങനെ ഒരു ചാട്ടം കൊണ്ട് യേശുവിന്റെ ശരീരത്തിൽ ആഞ്ഞടിക്കുമ്പോ, യേശുവിന്റെ ശരീരത്തിൽ ആഞ്ഞടിച്ച് മുറിവേൽപ്പിക്കുമ്പോ അവന്റെ ദേഹവാസകല മുറിവേറ്റ് ആ മുറിവിൽ നിന്ന് ചോര ഒഴുകി ഈ ഭൂമിയിൽ വീണു. ആണ് നാലാമത്തേത്. അഞ്ചാമത്തേത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 29-ാം വാക്യം. മത്തായി 27:29. ഒരു മുൾക്കിരീടം മടഞ്ഞ് അവന്റെ ശിരസിൽ വെച്ചു, വലതുകൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. മുൾക്കിരീടം തറച്ചപ്പോ, യേശുവിന്റെ ശിരസിലേക്ക് മുൾക്കിരീടം ആഴ്ന്നിറങ്ങിയപ്പോൾ, യേശുവിന്റെ ശരീരത്തിലേക്ക് മുൾക്കിരീടം, ശിരസിലേക്ക് മുൾക്കിരീടം ആഴ്ന്നിറങ്ങിയപ്പോൾ കർത്താവ് സഹിച്ച വേദന. ആ വേദനയിൽ നിന്ന് യേശുവിന്റെ ശിരസിൽ ആഴ്ന്നിറങ്ങിയ മുള്ളുകളിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ യേശുവിന്റെ രക്തം. അടുത്തത് മർക്കോസ് 15:24. മർക്കോസ് 15:24 വായിക്കാമോ? പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു, കൈകളിൽ കാലുകളിലും ആണി അടിച്ചപ്പോൾ യേശുവിന്റെ രക്തം ഒഴുകി ഇറങ്ങി. ആണി അടിച്ചു, അതാണ് യേശുവിന്റെ കയ്യിലും കാലിലും ആണി അടിച്ചു, അപ്പോൾ രക്തം ഒഴുകി ഇറങ്ങി. ഏഴാമത്തേത് യോഹന്നാൻ 19:34. യോഹന്നാൻ 19:34. യോഹന്നാൻ 19:34 വായിച്ചേ. പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ഇഷ്ടംപോലെ സന്ദർഭങ്ങൾ നിങ്ങൾ പുറത്തെടുക്കാൻ പറ്റും. ഞാൻ ബൈബിളിൽ റഫറൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതായത് കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ഈശോ വീഴുമ്പോൾ രക്തം വീഴുന്നു, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് വ്യക്തമായി ക്ലിയർ റഫറൻസ് ഉള്ള വചന ഭാഗങ്ങൾ എടുത്താൽ പ്രധാന പുരോഹിതനായ യേശുവിന്റെ രക്തം 7 തവണ വീണു എന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ യേശുവിന്റെ രക്തം ഭൂമിയിൽ വീണു. പാപപരിഹാര ദിനത്തിൽ കാളക്കുട്ടിയുടെയും കോലാടിന്റെയും രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് 7 തവണ രക്തം തളിക്കുന്നത് പോലെ പാപപരിഹാരത്തിന്റെ ദിനം കാൽവരി കുരിശിൽ കർത്താവ് ബലിയായി മാറുമ്പോൾ യേശുവിന്റെ രക്തം ഭൂമിയിൽ വീണു. ഇനി ശ്രദ്ധിക്കുക, ഇനി യേശുവിന്റെ രക്തത്തിലൂടെ നമുക്ക് കിട്ടുന്ന 7 ഫലങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്. യേശുവിന്റെ രക്തത്തിലൂടെ നമുക്ക് കിട്ടുന്ന 7 ഫലങ്ങൾ. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നിങ്ങളുടെ ജീവിതം വിടുവിക്കപ്പെടും.
ഞാൻ പറയാൻ പോകുന്നത് 7 വചനഭാഗങ്ങൾ നമ്മൾ എടുക്കുകയാണ്. യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു ഇത് മനസ്സിലാക്കിയാൽ ഭയങ്കര വിടുതൽ കിട്ടും. ഇവിടെ ഒരു സഹോദരൻ നമ്മുടെ ശുശ്രൂഷയെ സംബന്ധിക്കുന്നത് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നത് അദ്ദേഹം അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഈ യേശുവിന്റെ രക്തത്തെ കുറിച്ച് ഒരിക്കൽ നമ്മൾ സംസാരിച്ച ഒരു വചനഭാഗം ഒരു മണിക്കൂറിന്റെ 1.5 മണിക്കൂറിന്റെ ഒരു CD അത് ഇവരെന്ത് ചെയ്തു 5000 CD ഉണ്ടാക്കി. 5000 CD ഉണ്ടാക്കിയിട്ട് അവരെല്ലായിടത്തും വിതരണം ചെയ്തിട്ട് ഇത് യാത്രയ്ക്ക് പോകുമ്പോൾ ഒത്തിരി സമയം ഡ്രൈവ് ചെയ്ത് ജോലിക്കൊക്കെ പോകുന്നവരാണ്. അതുകൊണ്ട് അവർ വണ്ടിയിൽ ആ CD പ്ലേ ചെയ്തുകൊണ്ട് യേശുവിന്റെ രക്തത്തിന്റെ ആ ക്ലാസ് അത് പ്ലേ ചെയ്തുകൊണ്ട് പോകും. ഇവര് പറയുകയാണ്, അതായത് ആ ഒരു വചനഭാഗം കേട്ടുകൊണ്ട് പോകുന്ന ആളുകളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതായത് അവർക്ക് അപകടങ്ങൾ കൺസിഡറബിൾ ആയിട്ട് അപകടങ്ങൾ കുറയുകയാണ്, അവർക്കൊരു സംരക്ഷണം കിട്ടുകയാണ്. എന്നാ ചെയ്യുന്നത്, ഈ വചനം കിട്ടുന്നത് പോവാണ്. ഇത് അവിടെ ടെസ്റ്റിമണി ആയിട്ട് ആളുകൾ പറയുന്നുണ്ട്. അദ്ദേഹം അടുത്ത് കഴിഞ്ഞ ദിവസം പറയുക ചെറിയ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് സത്യമാണ്. അതായത് ഈ കാര്യം സത്യമാണ്. യേശുവിന്റെ രക്തത്തെ കുറിച്ച് കേട്ടാൽ മതി, യേശുവിന്റെ രക്തം എനിക്ക് വേണ്ടി എന്താ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ നിങ്ങൾ ഇരിക്കണം. ഞാനൊരു 1/2 മണിക്കൂർ സമയം കൊണ്ട് യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു 7 കാര്യം. യേശുവിന്റെ രക്തം 7 തവണ ഭൂമിയിൽ ഒഴുകി. യേശുവിന്റെ രക്തം 7 തവണ ഭൂമിയിൽ ഒഴുകിയത് വഴി 7 ഫലങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഒന്നാമത്തേത് പെട്ടെന്ന് എടുത്ത് വായിക്കണം. യേശുവിന്റെ രക്തത്തിന്റെ ഫലങ്ങൾ പെട്ടെന്ന് വായിക്കണം. 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. 19 കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ഒന്നാമത്തേത് വീണ്ടെടുപ്പ്. ഇംഗ്ലീഷ് വാക്ക് വേണ്ടവർക്ക് റിഡംഷൻ. ഒന്നാമത്തേത് വീണ്ടെടുപ്പ്, വീണ്ടെടുത്തു. വീണ്ടെടുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം ബൈ ബാക്ക്, പണം കൊടുത്ത് തിരിച്ചു വാങ്ങിക്കുക. പിശാചിന്റെ അടിമത്തത്തിൽ പാപം മൂലം പിശാച് വിലയ്ക്ക് വാങ്ങിച്ച് പാപം മൂലം പിശാച് അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന ജീവിതങ്ങളെ യേശു തന്റെ രക്തം വിലയായിട്ട് കൊടുത്ത് വീണ്ടെടുത്തു, തിരിച്ചു വാങ്ങിച്ചു. അതാണ് പത്രോസ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. നിങ്ങൾ പറഞ്ഞ് 7 കാര്യം നിങ്ങൾ പഠിക്കാൻ പോവാണ്, പറഞ്ഞേ പറ്റൂ. ഒന്നാമത്തെ കാര്യം വീണ്ടെടുപ്പ്, റിഡംഷൻ, ബൈ ബാക്ക്, തിരിച്ചു വാങ്ങിക്കുക. അതായത് ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ എന്റെ ഈ കാശില്ലാത്തപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ഫോൺ ഇവിടെ ഇരിക്കട്ടെ, എനിക്ക് 10,000 രൂപ തരിക. ഞാൻ ഫോൺ അവിടെ വെച്ചു, 10,000 രൂപ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു, എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ല, എന്റെ ഫോൺ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ വന്നിട്ട് ആ 10,000 രൂപ കൊടുത്ത് എന്റെ ഫോണിന് തിരിച്ചു വാങ്ങിച്ചു. ഇതാണ് റിഡംഷൻ. കിട്ടിയോ? നമ്മളെ കർത്താവ് സാത്താന്റെ സാമ്രാജ്യത്തിൽ നിന്ന് പിടിച്ചെടുത്തു. ഇത് നിങ്ങൾ വിശ്വസിക്കണം. നമ്മൾ ഇനിമേൽ പിശാചിന്റെ അടിമത്തത്തിലല്ല. നമ്മളെ കർത്താവ് തന്റെ രക്തം വഴി പിടിച്ചെടുത്തു. റിഡംഷൻ. We are redeemed by the precious blood of Jesus Christ. We have been bought back by the precious blood of Jesus Christ. യേശുവിന്റെ വിലമതിക്കാനാവാത്ത പരിശുദ്ധ രക്തത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടു. മനസ്സിലായോ? ഒന്നാമത്തേതാണ് വീണ്ടെടുപ്പ്, റിഡംഷൻ. ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത് എഫേസോസ് 1:7. ആ വചനഭാഗങ്ങളൊന്ന് എടുത്ത് വായിച്ചു പോയാൽ മതി. എഫേസോസ് 1:7. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷ. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റിഡംഷൻ ആണ്. റിഡംഷൻ. അവന്റെ രക്തം വഴി നമുക്ക് വീണ്ടെടുപ്പും കൈവന്നിരിക്കുന്നു. അവന്റെ രക്തം വഴി നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ടായിരിക്കുന്നു. നമ്മളെ അവൻ വീണ്ടെടുത്തു അവന്റെ രക്തം വഴി. അപ്പോ നമ്മുടെ ഓണർഷിപ്പ് ഇപ്പോൾ ആർക്കാണ്? പിശാചിനാണോ? നിങ്ങളെ ഓൺ ചെയ്തിരിക്കുന്നത് ആരാ? പിശാചാണോ യേശുവാണോ? എന്നൊക്കെ പറഞ്ഞേ, എന്റെ ഉടമസ്ഥാവകാശം യേശുവിൻ്റെതാണ്. ഞാൻ യേശുവിൻ്റെതാണ്. എന്റെ കുടുംബം യേശുവിൻ്റെതാണ്.
എന്റെ ശരീരം യേശുവിൻ്റെതാണ്. ഇവിടെ നമ്മുടെ കൂട്ടായ്മയിലുള്ള ആന്റണിക്ക് മഞ്ഞപ്പിത്തം, കരളിന് വലിയ മാരകമായ അസുഖം. വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചിട്ട് അതിന് മാറ്റമില്ല. വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കാൻ മാറ്റമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അടൂരിനടുത്ത് കൊടുമണൊക്കെ ഇരിക്കുമ്പോൾ ആന്റണി അവിടെ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് ഒരു ക്ലാസ് എടുത്തിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ കൂടെ വന്ന സഹോദരൻ ചോദിച്ചു, ഈ സഹോദരനെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ പറഞ്ഞ വെച്ചാൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രോഗമാണ്, 1 മണിക്കൂർ നിന്നാൽ പിന്നെ 4 മണിക്കൂർ കിടക്കണം. പ്രിയപ്പെട്ട സഹോദരൻ, അത് കഴിഞ്ഞിട്ട് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ആന്റണി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ആന്റണിയുടെ ഭാര്യ കൂടി ചന്ദനപ്പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ആ സമയത്തൊക്കെ ആന്റണി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാന സ്വീകരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? കർത്താവേ, എന്റെ രോഗം എന്റേതല്ല നിന്റേതാണ്. പറഞ്ഞപ്പോഴേ ഓർത്തായിരുന്നു, എന്റെ രോഗം എന്റേതല്ല നിന്റേതാണ്. എന്റെ രോഗം എന്റേതല്ല നിന്റേതാണ്. ഞാൻ ആരുടെയാണ്? യേശുവിൻ്റെതാണ്. എന്റെ ശരീരം ആരുടെയാണ്? യേശുവിൻ്റെതാണ്. എന്റെ രോഗം ആരുടെയാണ്? യേശുവിൻ്റെതാണ്. കർത്താവ്, എന്റെ രോഗം എന്റേതല്ല നിന്റേതാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആരാധനയുടെ സമയത്ത് ഇങ്ങനെ സന്ദേശം വിളിച്ചു പറഞ്ഞു. അതായത് മഞ്ഞപ്പിത്ത രോഗിയായ ഒരാളെ കർത്താവ് ഇതാ സുഖപ്പെടുത്തുന്നു. അപ്പൊ ആന്റണി എന്റെ കൂടെ അടുത്ത് നിൽപ്പുണ്ട്. ഞാനിങ്ങനെ മൈക്കിനോട് പറയുകയാണ്, കർത്താവ് ഒരു മഞ്ഞപ്പിത്ത രോഗിയെ ഇതാ തൊടുന്നു. ആന്റണി എന്നെ അടുത്ത് നിൽപ്പുണ്ട്. ആന്റണി മൈൻഡ് ചെയ്തില്ല. ആന്റണി അത് വിചാരിച്ചില്ല. ഈ കൂട്ടത്തിൽ ഞാനിക്കാൻ വന്ന ആരുടെയും മഞ്ഞപ്പിത്ത പറയുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തു. 3 ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്തു. അങ്ങനെ രോഗമേ ഇല്ല. സത്യം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ഇത്. ഞാൻ ആരുടെയാണ്? നമ്മൾ തിരിച്ചറിയണം, എന്റെ രോഗം എന്റേതല്ല, യേശുവിൻ്റെതാണ്. എന്റെ രോഗം എന്റേതല്ല, യേശുവിൻ്റെതാണ്. എന്റെ ശരീരം എന്റേതല്ല, യേശുവിന്. ഇതാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരം യേശുവിൻ്റെതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതേ. ഇപ്പോ ഞാൻ പാമ്പിനെ തിന്നു എന്ന് വിചാരിച്ചു. ഞാൻ പാമ്പിനെ തിന്നപ്പോ പാമ്പിനെ പച്ചയ്ക്ക് തിന്നാൻ സാധ്യതയില്ല. ഫ്രൈ ആക്കി തന്നു. പാമ്പ് ഫ്രൈ ഞാൻ തന്നെയാണ്. ഞാൻ തിന്നപ്പോ പാമ്പ് എന്റെ ആമാശയത്തിൽ പ്രവേശിച്ചു, ഉദരത്തിൽ പ്രവേശിച്ചു. അതിനെ എന്റെ ശരീരം കൾച്ചർ ചെയ്തു, ശരിയാക്കി എടുത്തു. എന്നിട്ട് പാമ്പ് എന്റെ ശരീരത്തിന്റെ ഭാഗമായി. ഞാൻ പട്ടിയെ തിന്നു. നിങ്ങൾ പറയുന്നത് കൊള്ളാമെന്ന് വല്ലതും തിന്നണ്ട. ഞാൻ ഈ പട്ടിയെ തിന്നപ്പോ പട്ടി എന്റെ ശരീരം പ്രോസസ് ചെയ്തു. എന്റെ ശരീരം പട്ടിയെ പ്രോസസ് ചെയ്ത് എന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറി. ആരെയും ഞാൻ മട്ടൻ തിന്നു. എന്റെ ശരീരം വിശന്നിരിക്കും. എന്റെ അച്ഛൻ ഞാൻ കഞ്ഞി കുടിച്ചു. അപ്പോ ഇങ്ങനെ എന്റെ ശരീരം, ഞാൻ കഴിച്ച ഭക്ഷണം പ്രോസസ് ചെയ്ത് എന്റെ ശരീരം, ആ ഭക്ഷണത്തെ എന്റെ ശരീരം സ്വാംശീകരിച്ച് അതെന്റെ ശരീരമായിട്ട് മാറി. മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ? ഞാൻ കാളയെ തിന്നാലും കഴുതയെ തിന്നാലും പട്ടിയെ തിന്നാലും അതെല്ലാം ലെസർ ലൈഫാണ്. മനുഷ്യൻ്റെത് ഹയർ ലൈഫാണ്, മറ്റേത് ലെസർ ലൈഫാണ്. ലെസർ ലൈഫ് ഹയർ ലൈഫിന്റെ ഭാഗമാവുന്നു. അതാണ് അതിന്റെ തിയറി. അവനെ തിന്നാലും പട്ടിയെ തിന്നാലും കഴുതാരെ തിന്നാലും കോഴി തിന്നാലും മട്ടൻ തിന്നാലും ലെസർ ലൈഫ് ഹയർ ലൈഫിലേക്ക് ചേരുന്നു. ഇതാണ് തിയറി. അപ്പോൾ ഞാൻ യേശുവിനെ പഠിച്ചാലോ? യേശു ഞാനായിട്ട് മാറുമോ, ഞാൻ യേശുവായിട്ട് മാറുമോ? നേരത്തെ തിയറി അനുസരിച്ചാണെങ്കിൽ ഹയർ ലൈഫാണ് മാറുന്നത്, അല്ലെ? ഹയർ ലൈഫിലേക്കാണ് മാറുന്നത്. അങ്ങനാണെങ്കിൽ ഞാൻ യേശുവിനെ പഠിച്ചാൽ യേശു എന്റെ ശരീരത്തിന്റെ ഭാഗമാവുമല്ല, ഞാൻ യേശുവിന്റെ ശരീരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. തിയറി മനസ്സിലായോ? അപ്പോൾ എന്റെ ശരീരം ആരുടെയാണ്? യേശുവിന്റേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ ശരീരം എന്തിനെല്ലാം അതുകൊണ്ടാണ് മലങ്കരക്കാർക്ക് ഭയങ്കര ബുദ്ധിയാണ്. മലങ്കരക്കാർക്ക് എന്താണെന്നറിയാമോ? അവർ
അവരിങ്ങനെ പ്രാർത്ഥിക്കും കുർബാനയിൽ, കർത്താവേ ഞങ്ങളുടെ മരിച്ചുപോയവരോട്, എക്സാക്ട് വേർഡിങ്ങല്ല പറയുന്നത്, കർത്താവ് മരിച്ചുപോയവരോട് കരുണയായിരിക്കണമേ, കാരണം അവർ പറയും, കാരണം നിന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നുണ്ടോ. അതാണ് ടെക്നിക്, മനസ്സിലായോ? ലോകത്ത് മറ്റൊരു സഭക്കാർ സ്വർഗത്തിൽ പോയില്ലേലും മലങ്കാരനായിരിക്കും, കാരണം അവർക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നതിനാണ്, കർത്താവേ നിന്റെ ശരീര രക്തങ്ങൾ അവരുടെ ഞങ്ങളുടെ അവയവങ്ങളിൽ നിന്റെ ശരീരത്തിൽ കിടക്കണം, അതിന് നിലനിർത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ടെക്നിക്, മനസ്സിലായോ? അല്ലെങ്കിൽ സഭയിലേക്ക് അതായത് നമ്മളൊരു ഹയർ ലൈഫിന്റെ പാർട്ടായി പോയി, ഇനി നിലനിർത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. അതായത് എന്റെ ശരീരത്തിൽ ഇനി നിലനിർത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഐ ആം ഓൾറെഡി പാർട്ട് ഓഫ് എ ഹയർ ലൈഫ്. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. യേശു തന്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തു. പിടികിട്ടിയത്? യേശുവിന്റെ രക്തത്തിന്റെ ഒന്നാമത്തെ ഫലം അതാണ്. യേശുവിന്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തു. ബൈബാക്ക്, റിഡംഷൻ, റിഡീമിംഗ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മൾ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. രണ്ടാമത്തേത് ശുദ്ധീകരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു വാക്ക് വരും, വിശുദ്ധീകരിക്കുന്നു. തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ ഇതിനെ നമ്മൾ കഴുകുന്നു എന്നാണ് പറയുന്നത്. കഴുകുന്നു, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ക്ലെൻസിങ്, കഴുകുന്നു, കഴുകൽ. യേശുവിന്റെ രക്തം നമ്മളെ ക്ലെൻസ് ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്തത് വരുമ്പോൾ മാറിപ്പോകും. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ രക്തം നമ്മളെ കഴുകുന്നു, കഴുകുന്നു, ക്ലെൻസിങ്. The blood of Jesus cleanses us. യേശുവിന്റെ രക്തം നമ്മളെ കഴുകുന്നു. അതായത് എങ്ങനെ മനസ്സിലാക്കിയ സബ്സ്റ്റാൻഡേർഡ് ഉദാഹരണത്തെ പോലെ ആയിരിക്കും. ഞാൻ ചാണകപ്പൊടിയിൽ വീഴും. എല്ലാവർക്കും ഇതൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. നല്ല നല്ല പെർഫ്യൂം കുഴിയിൽ വീണു എന്ന് പറഞ്ഞുകൂടെ അച്ഛനും. നമ്മൾ ഉദാഹരണം പറ്റില്ല, അതുകൊണ്ടാണ് ചാണകക്കുഴി വീണു. ഞാൻ ചാണകക്കുഴിയിൽ വീണു എന്നാണ് എന്റെ ധ്യാനം കൂടിയല്ല, അവിടെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ഇത് നമ്മുടെ ധ്യാനം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഓടിപ്പോയി എവിടെ വീണു? ചാണകക്കുഴി വീണു. അങ്ങനെ ചാണകക്കുഴി വീണ് ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. എന്നെ സഹായിക്കാൻ ആരുമില്ല. കർത്താവേ നീ വരണേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ കർത്താവായ യേശു ക്രിസ്തു ഒരു വലിയൊരു ടാങ്കർ ലോറി എടുത്തു. ടാങ്കർ ലോറി, അതിന്റെ ടാങ്ക് നിറയെ വെള്ളമാണ്. കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഈ ചണക്കുടി കിടക്കാണ്, അവിടെ തന്നെ റെഡീം ചെയ്തു. ആദ്യം എന്നെ ബുക്കിംഗ് എടുത്തു, റിഡംഷൻ. ഓക്കെ, ഞാൻ എവിടെയാണ്? ചാണകക്കുഴി. അത് ഞാൻ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞാണ്. നമ്മൾ കിടക്കുന്ന കുഴി അതൊന്നും അല്ല, മനസ്സിലായില്ല. ചാണകക്കുഴി ഞാൻ ഇത്തിരി അന്തമായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. അതൊന്നും അല്ല ശരിക്കും കിടക്കുന്നത്. ചാണകക്കുഴി കിടക്കണം. അവിടുന്ന് കർത്താവ് എന്ത് ചെയ്തു? റെഡീം ചെയ്തു. ഒന്ന് പിടിയിട്ടേക്കും. രണ്ടാമത്തേത് ഈ ടാങ്കിൽ നിന്ന് പൈപ്പെടുത്ത് കഴുകി. വെള്ളം കൊണ്ടാണ് കഴുകിയത്? അവന്റെ രക്തത്താൽ കഴുകി. രക്തത്താൽ കഴുകി. അവന്റെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മളെ കഴുകി. അതാണ് രണ്ടാമത്തേത്. 1 യോഹന്നാൻ 1:7. ഈ വാക്യങ്ങൾ കാണാതെ പഠിച്ച് വെച്ചിരിക്കണം. എന്നിട്ട് അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പിശാച് വിട്ടുപോകും. പിശാചിന് പോവാതിരിക്കാൻ പറ്റില്ല, കാരണം ഇത് അവകാശ പ്രഖ്യാപന വാക്യങ്ങളാണ്. അപ്പോൾ യേശുവിന്റെ രക്തം നമ്മളെ കഴുകി. മൂന്നാമത്തേത്, യേശുവിന്റെ രക്തം നമ്മളെ നീതീകരിച്ചു. റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നത് തീർച്ചയാണല്ലോ.
അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം നീതീകരിക്കപ്പെട്ടു. എന്നെ നോക്കിയേ, നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ യെശയ്യാ 61:10 വായിച്ചേ. യെശയ്യാ 61:10. യെശയ്യാ 61:10. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എന്റെ ആത്മാവ് ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് തന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇതെനിക്ക് വേറെ രീതിയിൽ ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പറഞ്ഞേ പറ്റൂ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതായത് നീതിയുടെ മേലങ്കി ധരിപ്പിച്ചു. എന്താണ് നീതീകരണം? നീതിയുടെ മേലങ്കി ധരിപ്പിച്ചു. നമ്മൾ ശരിക്കും നീതീകരിക്കപ്പെട്ടവരല്ല, നമ്മൾ ശരിക്കും വിശുദ്ധരല്ല, നമ്മൾ പാപികളാണ്. നമുക്ക് ഒത്തിരി നമ്മൾ ബലഹീനരാണ്, നമ്മൾ ശത്രുക്കളാണ്, നമ്മൾ കുറവുള്ളവരാണ്. അതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അത് വ്യക്തമാണെങ്കിൽ നേരത്തെ എടുത്ത് വചനെടുത്ത് റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം. നമ്മൾ ആരാണെന്ന് അറിയാമോ? റോമാലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം വായിച്ചേ. നാം ബലഹീനരായിരിക്കെ. മതി. 8-ാം വാക്യം വായിച്ചേ. എന്നാൽ നാം പാപികളായിരിക്കെ. 10-ാം വാക്യം വായിച്ചേ. നാം ശത്രുക്കളായിരിക്കെ. ഇതാണ് നമ്മള്. ബലഹീനരാണ്, പാപികളാണ്, ശത്രുക്കളാണ്. ദൈവത്തിന്റെ അടുത്ത് പോകാൻ, 7 അയലത്ത് പോകാൻ നമുക്ക് നിവൃത്തിയില്ലാത്ത ബലഹീനർ, പാപികൾ, ശത്രുക്കൾ. അങ്ങനെ ആയിരിക്കെ അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. എന്താണ് നീതീകരണം? ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നിങ്ങൾ നോക്കിയേ, ഇത് കാണാമോ? ഇതിന്റെ കളർ എന്താ ഈ മൈക്കിന്റെ? കറുപ്പ്. ഇതാണ് ഞാൻ. ബലഹീനൻ, ശത്രു, പാപി. യേശുവിന്റെ രക്തം എന്ത് ചെയ്തു? യേശുവിന്റെ രക്തം എന്താണ്? രക്ഷയുടെ, നീതിയുടെ മേലങ്കി ധരിപ്പിച്ചു. ഇന്നലെ യേശയ്യാ പറഞ്ഞേ, കർത്താവിന്റെ രക്തത്തിന്റെ. ഇപ്പൊ ഇതിന്റെ കളർ എന്താണ്? വെള്ള. മൈക്ക് തന്നെയാണ്. ശബ്ദം കേൾക്കുന്നില്ലേ? മൈക്ക് തന്നെയാണ്. മൈക്കല്ല, മൈക്ക് തന്നെയാണ്. ഇത് ത്വാലയായിട്ട് മാറിയിട്ടില്ല, മൈക്ക് തന്നെയാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഇപ്പൊ ഇതാണ് എന്റെ അവസ്ഥ. ഇതാണ് ഞാൻ. ഒറിജിനൽ ഞാൻ ഇതാണ്. കർത്താവിന്റെ രക്തം എന്ത് ചെയ്തു? മേലങ്കി. എന്തിന്റെ മേലങ്കി? നീതിയുടെ മേലങ്കി ധരിപ്പിച്ചു. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് കർത്താവ് നമ്മളെ നീതീകരിച്ചു. പഴയ ഉദാഹരണം, നമ്മൾ എവിടെ കിടക്കുകയാണ്? ചാണകക്കുഴി. കർത്താവ് നമ്മളെ അവിടുന്ന് റെഡി ചെയ്തു, കലക്കി കഴിഞ്ഞു. ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് കുളിപ്പിച്ചിട്ട് നല്ല വെള്ളം ഇടിപ്പിച്ചു. അതാണ് നീതീകരണം. പിടികിട്ടിയോ? ചാണകക്കുഴി, റിഡംഷൻ, ക്ലെൻസിങ്, നീതീകരണം. നല്ല വെള്ളം ഇടിപ്പിച്ചു, നല്ല നിർത്തി. കർത്താവ് യേശുവിന്റെ രക്തം. 4-മതായിട്ട് വിശുദ്ധീകരിച്ചു. എബ്രായ ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം. എബ്രായർ 13:12. എബ്രായർ 13:12. സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്ത് വെച്ച് പീഡനമേറ്റു. സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ശുദ്ധീകരിച്ചു, കഴുകി. അതല്ല ഇത്. സാങ്ക്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നോക്കി. അതായത് ഇതൊരു പാത്രമാണെന്ന് വിചാരിക്കുക. ഇതൊരു പാത്രമാണെന്ന് വിചാരിക്കുക. അതായത് ഞാനിങ്ങനെ ഈ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ, അല്ലെ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ഇങ്ങനെ അനൗൺസ് ചെയ്യാമെന്ന് വെച്ചോ. അതായത് മക്കളെ, ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കാൻ കാസയും വിലാസയും ഇല്ല. നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചു തരാമോ? ഞാൻ ചോദിച്ചതല്ല, ഉദാഹരണമാണിത്. ഇവിടെ ആവശ്യത്തിനുണ്ട്, ആരുടെയും വേണ്ട. ഉദാഹരണത്തിന് ഇങ്ങനെ പറയുകയാണ്, ഇവിടെ കാസയും വിലാസയും ഇല്ല. മക്കളെ, നിങ്ങൾ ആരെയും വാങ്ങിച്ചു തരുമോ? വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെ നടക്കുന്ന ആളുകളുണ്ട്. ഇവിടെ എന്താണ് വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ് അവരോട് വിചാരം. അവരെന്ത് ചെയ്തു? അവരെ ഏറ്റെടുത്തിട്ട് അവരെന്ത് ചെയ്തു? ഇവിടെ ഒരു സ്ഥലത്ത്, ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് അവരോട് പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് തന്നപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ആ സാധനം അതുപോലെ എടുത്ത് ആൾക്കാരെ വെച്ച് ബലിയർപ്പിക്കോ? ഇല്ല. അതെന്ത് ചെയ്യും?
അത് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കും. ഇതിന്റെ പേരാണ് സാങ്ക്ടിഫിക്കേഷൻ. നമ്മൾ ഇനി വരും. അത് കോമൺ ആയി സാധാരണത്തെ വിശുദ്ധമാക്കുന്നത് സാങ്ക്ടിഫൈ ചെയ്തിട്ടാണ്. അപ്പോ ഇത് ആ പാത്രമാണെന്ന് വിചാരിക്കുക. ആ പാത്രം നിങ്ങൾ കൊണ്ടുവന്ന് തന്നു. ഇതിന് ഉടനെ എടുത്ത കൾത്താരെ വെക്കില്ല. അത് പുരോഗതിനെടുത്ത് സഭയിൽ പ്രാർത്ഥന തന്നിട്ടുണ്ട്. വസ്തുക്കൾ വിശുദ്ധീകരിക്കാൻ വേണ്ടി അത് ചൊല്ലി വിശുദ്ധീകരിച്ച് അങ്ങ് എടുത്തു പോകും. മനസ്സിലായോ? അപ്പോ പഴയ ഉദാഹരണം ചാണകക്കുഴി, റിഡംഷൻ പൊക്കിയെടുത്തു, ക്ലെൻസിങ് അവന്റെ രക്തം കൊണ്ട് കഴുകി, നീതിയുടെ വെള്ളം എടുപ്പിച്ചു. അങ്ങനെ നമ്മൾ മിടുക്കരായിട്ട് നിൽക്കുമ്പോ കർത്താവ് ചോദിച്ചു, നീ സെമിനാരിൽ പോയി അച്ഛനാവുന്നോളാ. അപ്പൊ നമ്മൾ പറഞ്ഞു, പോവാൻ കർത്താവ്, പഴയ അവസ്ഥയിലാണെങ്കിൽ പോകാൻ പറ്റില്ല, ഇപ്പൊ പോവാം, ഇപ്പൊ നല്ല ക്ലീൻ ആണ്. അപ്പൊ അങ്ങനെ ആ ആളെ പുരോഹിതനായിട്ട് സാങ്ക്ടിഫൈ ചെയ്തു. പിടികിട്ടിയോ? അതായത് അശുദ്ധിയിലും പാപത്തിലും തിന്മയിലും ശത്രുതയിലും ബലഹീനതയിലും കിടന്ന നമ്മളെ കർത്താവ് തന്റെ മക്കളാക്കി മാറ്റി സാങ്ക്ടിഫൈ ചെയ്തു. പിടികിട്ടുന്നുണ്ടോ ഇതിന്റെ അർത്ഥം? ഇനി എന്തിനു വായിച്ച്? അവന്റെ രക്തത്താൽ, ലേഖനം 13-12 സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവും. വിശുദ്ധീകരിക്കാൻ എന്നുള്ളതിന്റെ അർത്ഥം ഇതാണ്. അല്ലാതെ കഴുകുന്നല്ല ഇത്, മറിച്ച് ഒരു വലിയ കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുക. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചാൽ, വിശുദ്ധീകരിക്കുന്നതിനനുസരിച്ച് വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് നിന്നെ നിന്റെ കുടുംബത്തെ ഉപയോഗിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരു സാധാരണ ജീവിതം നയിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് അത്രേ ഉള്ളൂ വില. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ യേശുവിന്റെ രക്തത്താൽ നമ്മളെ തന്നെ സാങ്ക്ടിഫൈ ചെയ്യാൻ പരിശ്രമിച്ചാൽ, യേശുവിന്റെ രക്തത്തിലേക്ക് അടുത്ത് വന്നാൽ, യേശു നമ്മളെ വിശുദ്ധീകരിച്ചിട്ട് മെച്ചപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അടുത്ത 5-ാമത്തേത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-54 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-54 വാക്യങ്ങൾ. യോഹന്നാൻ 6:53-54. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ, ആ വാക്കൊന്നുകൂടെ പറഞ്ഞേ, ജീവൻ. നേരത്തെ പറഞ്ഞില്ലേ, lesser life will be assimilated into higher life. താഴ്ന്ന ജീവിതം ഉയർന്ന ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ യേശുവിന്റെ രക്തത്താൽ നമുക്ക് അവന്റെ ജീവൻ കിട്ടി, അവന്റെ ലൈഫ്, ദൈവിക ജീവൻ. അപ്പൊ ഒന്നുകൂടെ വായിച്ചേ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവര് കൈയാത്തിട്ട് നിങ്ങൾ ആരും പോയിട്ട് അപ്പൊ നിങ്ങൾ ധരിക്കാച്ച ഞങ്ങളൊക്കെ പുണ്യാളനായതുകൊണ്ടാണ്. അല്ല, ഈ വാക്യം അനുസരിച്ച് ഞാൻ പോയിരിക്കും. എന്താണ് പറഞ്ഞത്? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഈ വാക്യം അനുസരിച്ച് ഞാൻ പോയിരിക്കും. ഞാൻ നരകത്തിൽ പോയില്ല, അതെനിക്ക് ഉറപ്പാണ്. വേറെ കാരണങ്ങളുണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇതിപ്പോ പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണമായിട്ട് ജീവിക്കും. അതായത് യേശുവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ചു, പിന്നെ പോരാഞ്ഞിട്ട് മലങ്കരസഭയുടെ പ്രാർത്ഥന കിടക്കാണ്. ഞങ്ങൾ എങ്ങനെ നരകത്തിൽ പോകും? ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിക്കണം. ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നിങ്ങൾ ഉറപ്പിക്കണം, സ്വർഗത്തിലേക്ക് ഒരു പടിയൂടെ നിങ്ങൾ വെച്ച് കഴിഞ്ഞു. കർത്താവിന്റെ ആ രാജ്യത്തിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. ഇത് വിശ്വസിക്കണം. അതായത് യേശു ക്രിസ്തുവിന്റെ ശരീരം ഭക്ഷിക്കുന്നു, രക്തം പാനം ചെയ്യുന്നു, എനിക്ക് നിത്യജീവനുണ്ട്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കെല്ലാം ഉണ്ട് നിത്യജീവൻ. കർത്താവ് നമ്മളെ തള്ളി കളയില്ല. ഇനിയുമാണ് നമ്മളെ പിടിച്ച് നരകത്തിലോട്ട് ഇടാനായിട്ട് ഏതെങ്കിലും ഒരു ദൂതൻ ഫൈൽ ചെയ്താൽ ഓട്ടോമേ ഈശോൻ എന്ത് വരും? ഈശോ വന്നിട്ട് പറയും, എന്റെ ശരീരം രക്തമാണ് അവന്റെ ഉള്ളിൽ കിടക്കുന്നു.
ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങയുടെ ജീവൻ എന്നിൽ പ്രവേശിപ്പിക്കും. ദൈവത്തിന് ഇപ്പൊ നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ ജീവൻ, യേശുവിന്റെ ലൈഫ്. പഴയ ഉദാഹരണം ശ്രദ്ധിക്കണം. അത് പട്ടിയെ തിന്നുന്നവൻ, പാമ്പിനെ തിന്നുന്നവൻ, കാളയെ തിന്നുന്നവൻ, കഴുതയെ തിന്നുന്നവൻ, ആടിനെ തിന്നുന്നവനെല്ലാം അതിനെ സ്വന്തം ആ ലൈഫ് സ്വന്തം നമ്മുടെ ലൈഫിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. ഹയർ ലൈഫേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ യേശുവിന്റെ ജീവനാണ് നമ്മളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിഞ്ഞ് വരണം. ഇത് അടുത്തത് ആറാമത്തേത് എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യം. എബ്രായർ 10:19. എന്റെ സഹോദരങ്ങളെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. അതാണ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ ധൈര്യം കിട്ടി, ആക്സസ് കിട്ടി, പ്രവേശനം കിട്ടി. നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റി. ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് യോഗ്യത കിട്ടി. വിശദീകരിക്കുന്നില്ല. ഏഴാമത്തേത് എബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാം വാക്യം. എബ്രായർ 12:24 ദൈവത്തിന്റെ വചനം പറയുകയാണ്. എബ്രായർ 12:24. നിങ്ങൾ 22 മുതൽ വായിച്ചു. എബ്രായർ 12:22 മുതൽ സഭയിലേക്ക് വന്ന ഓരോ മകനും മകളും എവിടേക്കൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുമ്പിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സവിധത്തിലേക്കും ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, കേൾക്കാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് പറയുന്നു. ആബേലിന്റെ രക്തത്തിന് 2-3 പ്രത്യേകത. 1, അത് നിരപരാധിയുടെ രക്തം. 2, അത് ഈ ഭൂമിയിൽ വീണ രക്തം. 3, അത് പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ച രക്തം. ആബേലിന്റെ രക്തം, നിരപരാധിയുടെ രക്തം, ഈ മണ്ണിൽ വീണ രക്തം, പ്രതികാരത്തിന് വേണ്ടി കിടന്ന് നിലവിളിച്ച രക്തം. ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ യേശുവിന്റെ തളിക്കപ്പെട്ട രക്തം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്തിന് 3 പ്രത്യേകത. 1, ലോകത്തിൽ ഇന്നോളം അങ്ങനെ ഒരു നിരപരാധി ജനിച്ചിട്ടില്ല. അവനേക്കാൾ നിരപരാധിയായിട്ട് ആരുമില്ല, അവനേക്കാൾ നിർമ്മലനായിട്ട് ആരുമില്ല. അങ്ങനെയുള്ള യേശുവിന്റെ ഏറ്റവും പരിശുദ്ധമായ രക്തം. 2, ആ രക്തം ഈ പ്രപഞ്ചത്തിൽ വീണു എന്ന് പറഞ്ഞാൽ ആബേലിന്റെ രക്തം ഈ ഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമാണ് വീണത്. അവിടെ കിടന്നാണ് അത് പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചത്. യേശുവിന്റെ രക്തം വീണത്, യേശു ദൈവമായതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ യേശുവിന്റെ രക്തം വീണു. 3-ാമത്തേത്, ആബേലിന്റെ രക്തം കിടന്ന് പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചു. യേശുവിന്റെ രക്തം കിടന്ന് നിലവിളിക്കുന്നത് പ്രതികാരത്തിന് വേണ്ടിയല്ല. കർത്താവേ, ഈ ജനത്തെ നീതീകരിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവരെ ശിക്ഷിക്കരുത്, ഇവരെ നിത്യതയ്ക്ക് അവകാശികളാക്കണേ, ഇവരെ സാത്താന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണേ. അങ്ങനെ നമുക്ക് വേണ്ടി കിടന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന യേശുവിന്റെ രക്തം. ഞാനത് പറയുന്നത് എങ്ങനെയാണ്? അതായത് നമ്മുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തിൽ പൂർവിക ശാപത്തെ കുറിച്ചോ അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്ത തെറ്റിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു എന്ന വിശ്വാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനമാണ് വിശ്വസിക്കുകയും പറയുകയും ചെയ്യേണ്ടത്. ആബേലിന്റെ ശാപത്തിന് വേണ്ടി കിടന്ന് നിലവിളിച്ച, പാപത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി കിടന്ന് നിലവിളിച്ച രക്തത്തെക്കാൾ എത്രയോ കോടാനുകോടി മടങ്ങ് ഇരട്ടി വരെയുള്ള യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ പ്രതികാരം ഉണ്ടാവരുതേ, ദൈവമേ ഈ ജനത്തെ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് യേശുവിന്റെ രക്തം കിടന്ന് നിലവിളിക്കുന്നു. അതുകൊണ്ട് ഓരോ കുർബാന അർപ്പിക്കുമ്പോഴും നമുക്ക് ശാപമല്ല, ശാപമോക്ഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വിശ്വസിക്കണം നമ്മൾ. അതായത് ശാപത്തിന്റെ കെട്ട് ഓരോ കുർബാനയിലും നമ്മുടെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുർബാനയിലും, കാരണം യേശുവിന്റെ രക്തം എടുത്തിങ്ങനെ ഉയർത്തുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷത്തിൽ യേശുവിന്റെ രക്തം പാപപരിഹാര ദിനത്തിൽ 7 തവണ കാളക്കുട്ടിയുടെ കോലാടിന്റെ രക്തം തളിച്ചു നമ്മൾ വായിക്കണം. യേശുവിന്റെ രക്തം 7 തവണ ഭൂമിയിൽ വീണു എന്ന് നമ്മൾ കണ്ടു. ഇതിനുശേഷം ഞാൻ പറഞ്ഞത് യേശുവിന്റെ രക്തത്തിന്റെ 7 ഫലങ്ങൾ പറഞ്ഞ. 1, ചണവഴി ഓർത്താൽ മതി. 1, വീണ്ടെടുപ്പ്. 2,
കഴുകൽ 3, നീതീകരണം 4, വിശുദ്ധീകരണം 5, ജീവൻ 6, മനോധൈര്യം 7, നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന യേശുവിന്റെ രക്തം. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ 7 കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അത് വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ വിടുതൽ ഇറങ്ങി വരികയാണ്. അതായത് യേശു എനിക്ക് വേണ്ടി ചെയ്ത 7 കാര്യങ്ങൾ. ഒരു കുഞ്ഞു കാര്യം കൂടി മനസ്സിലാക്കാനാണ്. ശ്രദ്ധിച്ചിരുന്നു? ഇപ്പോൾ യേശുവിന്റെ രക്തം ഇതാ തയ്യാറായിരിക്കുന്നു. ഇതൊരു പാത്രമാണ്. ആ പാത്രത്തിൽ യേശുവിന്റെ രക്തം ഇതാ തയ്യാറായിരിക്കുന്നു. 7 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യതയുള്ള യേശുവിന്റെ രക്തം ഇതാ തയ്യാറായിരിക്കുന്നു പാത്രത്തിൽ. കേട്ടോ, പാത്രത്തിൽ ഇതിങ്ങനെ തയ്യാറായിരിക്കുകയാണ് യേശുവിന്റെ രക്തം. പക്ഷെ പാത്രത്തിൽ ഇരുന്നാൽ നീ കെട്ടപ്പെട്ട് തന്നെ കിടക്കണം. മനസ്സിലാക്കാനുള്ള ഉദാഹരണം ഇതാണ്. പഴയ നിയമത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന സമയത്ത് ദൈവം ഇസ്രായേൽക്കാരോട് പറഞ്ഞു, സംഹാര ദൂതൻ നിങ്ങളുടെ കുടുംബത്തെ തൊടാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കുഞ്ഞാടിനെ കൊന്ന് ആ കുഞ്ഞാടിന്റെ രക്തം ഒരു പാത്രത്തിലെടുത്ത് ഹിസോപ്പ് ചെടിയുടെ തണ്ട് ചതച്ച് അത് ഈ ബ്രെഡിൽ മുക്കി നിങ്ങൾ പടിവാതിൽ പതിക്കണം. ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽക്കാരനായ ഒരു കുടുംബനാഥൻ ആടിനെ കൊന്നു, രക്തം എടുത്ത് പാത്രത്തിൽ വെച്ചു. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ രക്തം എടുത്ത് പാത്രത്തിൽ ഇപ്പൊ വെച്ചിട്ടുണ്ട്. 7 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യതയുള്ള യേശുവിന്റെ രക്തം ഇതാ പാത്രത്തിൽ തയ്യാറായിരിക്കുന്നു. അപ്പോഴാണ് കുടുംബനാഥനെ മദ്യപിക്കാനായിട്ട് കൂട്ടുകാരെന്ന് വിളിച്ചത്. അദ്ദേഹം പോയി കൂട്ടുകാരുടെ കൂടെ മദ്യപിച്ച് ഉന്മത്തനായി ഇടതെന്ന പാദങ്ങളോടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ബോധം കെട്ട് കിടന്നുറങ്ങി. ചെടിയുടെ തണ്ടുവിരിപ്പുണ്ട്, പാത്രത്തിൽ ബ്രെഡിരിപ്പുണ്ട്. പക്ഷേ ആ രാത്രി ആ വീട്ടിൽ സംഹാരദൂതൻ കയറി ആദ്യജാതനെ സംഹരിക്കും. രക്തം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണമായിരുന്നു? ആ രക്തത്തിൽ ഈ ചെടിയുടെ തണ്ട് ചതച്ച് മുക്കി തളിക്കണം, അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? സിമ്പിൾ ആണത്. തണ്ട് കറങ്ങാനൊന്നും പോകണ്ട, എടുത്ത് മുക്കാനൊന്നും പോകണ്ട, തളിക്കാനൊന്നും പോകണ്ട. അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറയട്ടെ. ഇങ്ങനെ പറയണം. ശ്രദ്ധിച്ചോ? യേശുവിന്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടു. 1. യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെട്ടു. 2. യേശുവിന്റെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. 3. യേശുവിന്റെ രക്തത്താൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു. 4. യേശുവിന്റെ രക്തത്താൽ എനിക്ക് ദൈവിക ജീവൻ ഉണ്ടായി. 5. യേശുവിന്റെ രക്തത്താൽ പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് മനോധൈര്യമുണ്ട്. 6. യേശുവിന്റെ രക്തം എന്റെ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 7. ഈ 7 കാര്യങ്ങൾ പ്രഖ്യാപിക്കണം. ഇങ്ങനെ പ്രഖ്യാപിക്കണം. യേശുവിന്റെ രക്തം എന്നെ നീതീകരിച്ചു, യേശുവിന്റെ രക്തം എന്നെ വിശുദ്ധീകരിച്ചു, യേശുവിന്റെ രക്തം എന്നെ കഴുകി, യേശുവിന്റെ രക്തം എന്നെ സാക്ഷിഫൈ ചെയ്തു, യേശുവിന്റെ രക്തം എനിക്ക് ജീവൻ തന്നു, യേശുവിന്റെ രക്തം പിതാവിന്റെ അടുക്കലേക്ക് പ്രവേശിക്കാൻ മനോധൈര്യം എനിക്ക് തന്നു, യേശുവിന്റെ രക്തം എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താനെ, നിനക്ക് എന്റെ മേൽ അധികാരമില്ല. ഇതാണ് തളിക്കൽ. മനസ്സിലായോ? സത്യം പറഞ്ഞേ ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്നേ. നമ്മള് ശക്തമായ ഒരു വിടുതലിന്റെ ആരാധനയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് അതിശക്തമായി ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന്റെ കരുണയുടെ കര നമ്മുടെ മേലിറങ്ങി വരും. നമ്മൾ യേശുവിന്റെ രക്തത്തെ കുറിച്ച് ഒരുപക്ഷെ സ്വർഗം ആഗ്രഹിക്കുന്ന, പറയണമെന്ന് ഈശോ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഇന്ന് ഞാൻ പങ്കുവച്ചത്. ഇത് ദൈവത്തിന്റെ ഒരു ഇഷ്ടമാണ്. ഇത് പറയാൻ പിശാചിന് ഇഷ്ടമില്ല. ഇത് ആരും കേൾക്കരുതെന്നാണ് അവന്റെ ആഗ്രഹം. ആരും കേൾക്കാൻ പാടില്ല, അതാണ് അവന്റെ ആഗ്രഹം. പക്ഷെ ഈ കർത്താവ് ഇത് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കർത്താവ് നമുക്കത് പറഞ്ഞ് പൂർത്തിയാക്കാൻ നമ്മളെ സഹായിച്ചു. ദൈവം അത് സഹായിക്കും. ഇപ്പൊ നമ്മള് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ രക്തത്താൽ വലിയ വിടുതലുണ്ടാവാനായിട്ട് എല്ലാം കെട്ടുപണിയാൻ, നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യം പുരോഗതി ഉണ്ടാവാൻ, നമ്മുടെ രോഗപീഠകളെല്ലാം വിട്ടുപോകാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രോഗം നമ്മുടേതല്ല, യേശുവിൻ്റെതാണ്. ദൈവമേ, എന്റെ സാമ്പത്തിക പരാജയം എന്റേതല്ല, യേശുവിൻ്റെതാണ്. ദൈവമേ, എന്റെ മക്കള് നശിച്ചു പോകുന്ന ആ ഹൃദയഭാരം ഞാൻ അനുഭവിക്കുന്ന ആ ഭാരം എന്റെ അല്ല, യേശുവിൻ്റെതാണ്. ദൈവമേ, എന്റെ കാലതാമസം എന്റേതല്ല, യേശുവിൻ്റെതാണ്. ദൈവമേ, എന്റെ കുടുംബത്തിലെ നഷ്ടം എന്റേതല്ല, യേശുവിൻ്റെതാണ്.
എന്റെ കുടുംബത്തിന്റെ മേലുള്ള നിയന്ത്രണം ആരുടെ കയ്യിലാണ്? യേശുവിന്റെ കയ്യിലാണ്. എന്റെ ഉടമസ്ഥാവകാശം ആരുടെയാണ്? യേശുവിന്റേതാണ്. എന്റെ ദാമ്പത്യത്തെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? യേശുവിന്റേതാണ്. എന്റെ മക്കളെ വളർത്തി വലുതാക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? യേശുവിന്റേതാണ്. എന്റെ കുടുംബത്തിൽ കണ്ണുനീര് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? യേശുവിന്റേതാണ്. ഞാൻ ആരുടെ സ്വന്തമാണ്? ഞാൻ യേശുവിന്റേതാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മളിത് പാടി 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 പ്രാർത്ഥിക്കാൻ പോകും. യേശു തന്റെ ജീവൻ കൊടുത്ത് നമ്മെ അവൻ വീണ്ടെടുത്തു. തന്നെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമാക്കി. പാപത്തിന് എന്റെ മേൽ ഭരണമില്ല, രോഗത്തിന് എന്റെ മേൽ ഭരണമില്ല, തകർച്ചയ്ക്ക് എന്റെ മേൽ ഭരണമില്ല. ഞാൻ യേശുവിന്റേതാണ്. ഞാനും എന്റെ കുടുംബവും യേശുവിന്റേതാണ്. ഇത് നമ്മൾ ഏറ്റു പറയണം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ആരാധനയുടെ സമയത്ത് നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം. എല്ലാ മക്കളും ഉണർവോടെ ചൊല്ലണം. എല്ലാം മറന്ന് പ്രാർത്ഥിക്കണം. ദേശം മുഴുവനിലേക്കും കർത്താവിന്റെ ശക്തി വ്യാപരിക്കുകയും നമുക്ക് മുട്ടുമേ നിൽക്കാം.